അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വൈനയിലപ്പം ആയാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ തേങ്ങ തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനായിട്ടുള്ള മാവെടുക്കാം. ഞാനിവിടെ ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. അതിനായിട്ട് ഉപ്പൊഴിച്ച് ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതൊഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങയും ശർക്കരയും കൂടി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായി ഇത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് വൈനയിലയിൽ മാവ് നന്നായി പരത്തിയെടുത്ത് ഫോൾഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഫില്ലിങ്സ് വയ്ക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്റ്റിക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ടത് മുകൾ ഭാഗം കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. പല സ്ഥലത്തും പല രീതിയിലും പല പേരിലുമാണ് ഇതറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വൈനയിലപ്പം എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വൈനയിലപ്പം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇഡ്ഡലി തട്ട് വെച്ച് അതിൽ ഓരോന്നായി വൈനയിലപ്പം പറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്ന് സ്റ്റീമായി വന്നപ്പോൾ അതിൽ നിന്ന് നല്ല ഒരു മണം വന്നു, വൈനയിലയുടെ ഒരു നല്ല ഒരു മണം. അപ്പോൾ ഇവിടെ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ വൈനയിലപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.